10ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇങ്ങനെ കിട്ടാൻ സാധ്യതയുള്ള അങ്ങനെ അയാൾ തന്നെയാണ് ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്തും ഞാനൊക്കെ സയൻസ് എടുക്കാൻ പറഞ്ഞപ്പോഴത്തെ അയാളെല്ലാം ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുകയുള്ളൂ എന്ന് നിർബന്ധ ബുദ്ധിയിൽ വന്നു. അയാൾ പ്രതീക്ഷയുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി താങ്ക്സ് ടു ഗോഡ്, താങ്ക്സ് ടു മൈ പേരൻസ്, എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും അനിയനും. സോ ദാറ്റ് ദ മൊമെൻറ്റ് വാസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും മുനി സാറിനും മെൻറ്റേഴ്സിനും. സോ ദ മൊമെൻറ്റ് വാസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടുന്നത് വളരെ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? പ്രിപ്പറേഷൻ ഞാൻ 2021 ഡിസംബറിലാണ് പ്രിപ്പറേഷൻ തുടങ്ങിയ. ആദ്യം ഓപ്ഷണൽ സോഷ്യോളജി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഫോർച്യൂണിൽ ഞാൻ GS ബാച്ചിന് ജോയിൻ ചെയ്തു. ഒരു വർഷത്തെ പ്രിപ്പറേഷൻ, ഒരു വർഷത്തെ എക്സാം. ഇറ്റ് ഹസ് ബീൻ ഒരു ലെങ്തി പ്രോസസ്. അൾട്ടിമേറ്റ്ലി എത്തി. വിശ്വസിക്കുക, ദൈവത്തിലും നിങ്ങളുടെ എഫേർട്സിലും വിശ്വസിക്കുക. ആൻഡ് ബി ഓണസ്റ്റ് ടു യുവർ സെൽഫ്. ആത്മാർത്ഥത, ദാറ്റ് വിൽ റിയലി പേ ഓഫ്. സമയക്രമം ഡെയിലി പഠിക്കുമായിരുന്നു. ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ആ പ്ലാൻ ഫോളോ ചെയ്തു. ഈ ഒരു എക്കോസിസ്റ്റം എങ്ങനെ ഹെൽപ്പ് ചെയ്തു ഗ്രോത്തിനും? അതുപോലെ തന്നെ റീഡ് റൂം എൻവയോൺമെന്റ്, അപ്പോൾ റീഡ് റൂം ആക്സസ് ഉണ്ടായിരുന്നു, അതോ വീട്ടിൽ നിന്നാണ് പഠിച്ചിട്ടുണ്ടാവുക? എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ? പിന്നെ എത്ര ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? സോ അതുകൊണ്ട് ഇവിടെ എക്കോസിസ്റ്റം ആസ് സച്ച് ടീച്ചേഴ്സ്, ഇവിടുത്തെ ക്ലാസ് മെൻറ്റേഴ്സ് ആയാലും വെരി സപ്പോർട്ടീവ്. ഐ മീൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നേനെ. ബിക്കോസ് ഫോർച്യൂൺ വാസ് ദെയർ വിത്ത് മീ ത്രൂ ഔട്ട് ദിസ് ജേർണി. ആ ജേർണി വാസ് മോർ സ്മൂതർ. പിന്നെ ഫ്രണ്ട്സ് ആയാലും ഇപ്പം ഡൗട്ട്സ് ഒക്കെ ആയാലും യു ഹാവ് ദിസ് എക്കോസിസ്റ്റം ടു സപ്പോർട്ട് യു. ഒറ്റയ്ക്കല്ല എന്ന് ഒരു തോന്നലുണ്ടാവും. അപ്പോൾ സോ ഫോർച്യൂൺ ഹാസ് ബീൻ വെരി ഇമ്പോർട്ടൻറ്റ്. മുനി സർ ഹാസ് ബീൻ വെരി ഇമ്പോർട്ടൻറ്റ്. മെയിൻസിൻ്റെ പ്രിപ്പറേഷനിലായാലും ഇൻ്റർവ്യൂവിൻ്റെ ഗൈഡൻസിനായാലും മുനി സർ was very very important. ജീവൻ സാറിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം സോഷ്യോളജിക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നത്. ആൻഡ് സാർ നൽകിയ ആ ധൈര്യം, ആ ഒരു കറേജ്, സാറിൻ്റെ ഒരു പഠിപ്പിക്കുന്ന ആ രീതി. സോ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഞാൻ കോളേജ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. CBSE ഹ്യൂമാനിറ്റീസ് നാഷണൽ ലെവൽ ടോപ്പർ ആയിരുന്നു. ഈ ഒരു മൊമെൻറ്റ് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് CBSE അന്ന് റാങ്ക് കിട്ടിയപ്പോൾ ഐ ഹാഡ് ദ സെയിം മൊമെൻറ്റ്, സെയിം മീഡിയ. സോ ദാറ്റ് വാസ് ഇൻ 2018. അപ്പോൾ ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് ലൈക്ക് 5 years ഹാവിങ് ദ സെയിം തിങ് അഗൈൻ, താങ്ക്സ് ടു ഗോഡ്. അമ്മ എങ്ങനെയാണ് മോളെ സഹായിച്ചത് ഈ ഒരു വലിയൊരു നേട്ടം കൈയെടുക്കാൻ വേണ്ടി? സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് അവൾ തളർന്നു പോകാറുണ്ട്. അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. മെൻ്റലി ആൻഡ് ഫിസിക്കലി സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അപ്പോൾ ഞാൻ അപ്പോൾ ഫസ്റ്റ് ടൈമിൽ അവർക്ക് ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ ഇതായിരുന്നു, അപ്പോൾ കൊറോണ ടൈമായിരുന്നു. അപ്പോൾ എല്ലാം എങ്ങനെ ഈ ഓൺലൈൻ വഴിയാകൊണ്ട് ക്ലാസ്സുകൾ കൂടുതൽ കിട്ടാതെ വരുന്നു, അങ്ങനെ വരുന്നു, ക്ലാസ്സിലിരിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ പിന്നെ ഓൺലൈനായിട്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ മേടിച്ച്, ഓൺലൈനായിട്ട് കുറേ പുസ്തകങ്ങളൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു. അങ്ങനെ ഫാദറായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പത്രമൊക്കെ റെഡിയാക്കി കൊടുക്കുമായിരുന്നു. ഒരു പത്രത്തിന് വേണ്ടി ചിലപ്പോൾ ഒരു ഡെയിലി പത്രം കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അത് ഒപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ഫാദറായിരുന്നു. എന്തായാലും എൻ്റെ മോൻ ഭയങ്കര നിനക്ക് കിട്ടുപടി ഫസ്റ്റ് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ മോള് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇങ്ങനെ കിട്ടാൻ സാധ്യതയുള്ള അങ്ങനെ അയാൾ തന്നെയാണ് ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്തും ഞാനൊക്കെ സയൻസ് എടുക്കാൻ പറഞ്ഞപ്പോഴത്തെ അയാളെല്ലാം ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുകയുള്ളൂ എന്ന് നിർബന്ധ ബുദ്ധിയിൽ വന്നു. അയാൾ പ്രതീക്ഷയുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ പിന്നെ നമ്മളെ കഴിയുന്ന സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുത്തു.